നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. യുകെയിലെ ഗ്രാജുവേറ്റ് വിസയിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് സ്റ്റേ ബാക്ക് കാലാവധി ജനുവരി മുതൽ 18 മാസമായി ചുരുക്കും. 2027 ജനുവരി 1 ശേഷമുള്ള ബിരുദധാരികൾക്ക് സ്റ്റേ ബാക്ക് ഇനി 18 മാസമായിരിക്കും എന്ന് സ്ഥിരീകരിച്ച് ബ്രിട്ടീഷ് സർക്കാർ. ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട എല്ലാ കുടുംബ കോടതി കേസുകളും നിയമസഹായത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുമെന്ന് UK ബാർ കൗൺസിൽ. യുകെയിലെ HMRC നടത്തിയ കുട്ടികളുടെ ബെനിഫിറ്റ് തട്ടിപ്പ് നിയന്ത്രണ പദ്ധതിയിൽ ഗുരുതരമായ പിഴവുകൾ ഉള്ളതായി റിപ്പോർട്ട്. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് തെറ്റായ ആനുകൂല്യങ്ങൾ നിർത്തലാക്കി. ബ്രിട്ടനിലുടനീളം പള്ളികളിൽ നടക്കുന്ന ആക്രമണങ്ങൾ വർധനവുണ്ടായതായി സർക്കാർ നിയമിച്ച ഇസ്ലാമോഫോബിയ നിരീക്ഷണ ഏജൻസിയായ ബ്രിട്ടീഷ് മുസ്ലിം ട്രസ്റ്റ്. സെനറ്റർമാർ ഫണ്ടിങ്ങിന് അനുകൂലമായി വോട്ട് ചെയ്തു. നീണ്ട 40 ദിവസങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ ഷട്ട്ഡൌൺ അവസാനിക്കുന്നു. 2026 ഹജ്ജ് ഉഭയകക്ഷി കരാറിൽ സൗദി അറേബ്യയും ഇന്ത്യയും ഒപ്പുവെച്ചു. കഴിഞ്ഞ വർഷത്തെ അതേ കോട്ടയായ 1,75,025 തീർത്ഥാടകർ ഇത്തവണയും ഇന്ത്യയിൽ നിന്നെത്തും. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഡിസംബർ 9, 11 തീയതികളിൽ നടക്കും. വോട്ടെണ്ണൽ 13 നടക്കും. തിരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വന്നു. വാർത്തകൾ വിശദമായി. യുകെയിലെ ഗ്രാജുവേറ്റ് വിസയിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് പഠനശേഷമുള്ള സ്റ്റേ ബാക്ക് കാലാവധി 2027 ജനുവരി മുതൽ 18 മാസമായി ചുരുക്കും. ഇപ്പോൾ 2 വർഷം താമസിക്കാനുള്ള അനുമതിയാണ് ലഭിക്കുന്നത്. പക്ഷേ 2027 ജനുവരി 1 ശേഷമുള്ള ബിരുദധാരികൾക്ക് ഇത് 18 മാസമായിരിക്കുമെന്നും ബ്രിട്ടീഷ് സർക്കാർ സ്ഥിരീകരിച്ചു. എന്നാൽ 2026 ഡിസംബർ 31 മുമ്പ് വിസയ്ക്കായി അപേക്ഷിക്കുന്നവർക്ക് നിലവിലെ 2 വർഷത്തെ കാലാവധി തുടരും. PhD ബിരുദധാരികൾക്കും മറ്റ് ഡോക്ടറേറ്റ് കോഴ്സുകൾ പൂർത്തിയാക്കിയവർക്കും 3 വർഷത്തെ അനുമതി നിലനിൽക്കും. വിദ്യാർത്ഥികൾക്ക് യുകെയിൽ അംഗീകരിക്കപ്പെട്ട ബിരുദം, ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഡോക്ടറേറ്റ് പൂർത്തിയാക്കിയ ശേഷം ഈ വിസയ്ക്കായി അപേക്ഷിക്കാം. അപേക്ഷകർക്ക് നിലവിലുള്ള വിദ്യാർത്ഥി വിസ ഉണ്ടായിരിക്കണം. കൂടാതെ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയതായി ഹോം ഓഫീസിലേക്ക് സ്ഥിരീകരണം ലഭിക്കണം. വിസ ഓൺലൈനായി അപേക്ഷിക്കണം. ഫീസ് 880 പൗണ്ട് ആണെന്നും പ്രതിവർഷ ഹെൽത്ത് സർചാർജ് 1035 പൗണ്ട് ആണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഗ്രാജുവേറ്റ് വിസയുടെ വിദേശ വിദ്യാർത്ഥികൾ യുകെയിൽ ജോലി ചെയ്യുവാനും സ്വയം തൊഴിൽ തുടങ്ങുവാനും കഴിയുമെന്നും നിയമങ്ങൾ വ്യക്തമാക്കുന്നു. പൊതുവിഭവങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് പെൻഷൻ ലഭിക്കാൻ അനുവാദമില്ല. ഭാവിയിൽ കൂടുതൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്കിൽഡ് വർക്ക് വിസ പോലുള്ള മറ്റൊരു റൂട്ടിലേക്ക് മാറാം. പുതിയ 18 മാസം നിയമം 2027 ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരും. അതുവരെ പഠനം പൂർത്തിയാക്കുന്നവർക്ക് നിലവിലെ 2 വർഷത്തേക്ക് തുടരും. ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട എല്ലാ കുടുംബ കോടതി കേസുകളും നിയമസഹായത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നും ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് അതിജീവിച്ചവർക്കും മീൻസ് ടെസ്റ്റിംഗ് നിർത്തലാക്കണമെന്നും ബാർ കൗൺസിൽ ആവശ്യപ്പെട്ടു. ഇരു കക്ഷികൾക്കും സഹായം ഉറപ്പാക്കണമെന്നും ഉൾപ്പെട്ട കുടുംബ നീതിന്യായ വ്യവസ്ഥയുടെ കഴിവ് മെച്ചപ്പെടുത്തുന്നതിനുള്ള ശുപാർശകളുടെ ഒരു പാക്കേജ് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും 18,000 ബാരിസ്റ്റർമാരെയും പ്രതിനിധീകരിക്കുന്ന ബാർ കൗൺസിൽ പുതിയ നയരേഖ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിൽ 15% കുടുംബങ്ങൾക്ക് മാത്രമേ നിയമസഹായം ലഭിക്കാൻ അർഹതയുള്ളൂ. ഇത് വൈദഗ്ധ്യമുള്ള കുടുംബ സോളിസിറ്റർമാരെ നിയമിക്കുന്നതിലും നിലനിർത്തുന്നതിലുമുള്ള ബുദ്ധിമുട്ടുകൾക്കൊപ്പം നിയമോപദേശത്തിന്റെ അഭാവം രൂക്ഷമാക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. റഷ്യ അയക്കുന്ന ഡ്രോൺ ഭീഷണികൾ കണ്ടെത്തിയതിനെ തുടർന്ന് ബെൽജിയത്തെ സഹായിക്കാൻ ബ്രിട്ടൻ റോയൽ എൻഫോഴ്സ് സ്പെഷ്യലിസ്റ്റുകളെ വിന്യസിക്കുന്നു. ബെൽജിയത്തെ സഹായിക്കാൻ ബ്രിട്ടീഷ് സൈന്യം റോയൽ എൻഫോഴ്സ് സൈനികർക്കൊപ്പം പ്രതിരോധ ഉപകരണങ്ങൾ നൽകുമെന്നും UK സായുധ സേനാ മേധാവി സർ റിച്ചാർഡ് നൈറ്റൻ പറഞ്ഞു. ബെൽജിയത്തിൽ നിന്നുമുള്ള സഹായ അഭ്യർത്ഥനയെ തുടർന്നാണ് തീരുമാനം. തിരിച്ചറിയാത്ത ഡ്രോണുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച ബ്രസൽസിലെ ലീച്ച് വിമാനത്താവളങ്ങളിൽ വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. രാജ്യത്തെ സൈനിക വിമാനത്താവളങ്ങളിലും ആണവ സൗകര്യങ്ങളും ജാഗ്രത ശക്തമായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം എഡിറ്റ് ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചെന്ന ആരോപണങ്ങൾക്കൊടുവിൽ BBC-യിൽ കൂട്ടരാജി. ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ BBC ഡയറക്ടർ ജനറൽ ടിം ഡേവി, വാർത്താവിഭാഗം CEO ഡെബോറ ഡർണസും രാജിവെച്ചു. ജീവനക്കാർക്ക് അയച്ച കത്തിൽ രാജി തന്റെ വ്യക്തിപരമായ തീരുമാനമാണെന്നും വിവാദത്തിന്റെ ഉത്തരവാദിത്വം ഡയറക്ടർ ജനറൽ എന്ന നിലയിൽ ഏറ്റെടുക്കുകയാണെന്നും ഡേവി വ്യക്തമാക്കി. BBC മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്നാണ് അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. വിവാദം സ്ഥാപനത്തെ മോശമായി ബാധിച്ചതായി BBC-യുടെ വാർത്താ വിഭാഗം ചീഫ് എക്സിക്യൂട്ടീവ് ഡെബോറ ഡർണസ് രാജിക്കുറിപ്പിൽ പറഞ്ഞു.
കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി BBC-യുടെ വാർത്താ എഡിറ്റിംഗ് രീതിയെക്കുറിച്ച് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും നിരവധി വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ഇവരുടെ രാജി BBC-യുടെ വിശ്വാസ്യതയെ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത്. UK-യിലെ HMRC നടത്തിയ കുട്ടികളുടെ ബെനിഫിറ്റ് തട്ടിപ്പ് നിയന്ത്രണ പദ്ധതിയിൽ ഗുരുതരമായ പിഴവുകൾ ഉള്ളതായി റിപ്പോർട്ട്. ഇതിന്റെ ഭാഗമായി ഹോം ഓഫീസിൽ യാത്രാരേഖകൾ ഉപയോഗിച്ച് ആയിരക്കണക്കിന് കുടുംബങ്ങൾ വിദേശത്തേക്ക് കുടിയേറിയതായും കണക്കാക്കി നൽകേണ്ട ആനുകൂല്യങ്ങൾ നിർത്തലാക്കിയിരുന്നു. എന്നാൽ പിന്നീട് നടത്തിയ പരിശോധനയിൽ ആ കുടുംബങ്ങളിൽ 46% UK-യിൽ തന്നെയുണ്ടെന്നും കണ്ടെത്തി. ഈ പദ്ധതിയിലൂടെ സർക്കാരിന് 17 മില്യൺ പൗണ്ട് ലാഭം ഉണ്ടായെങ്കിലും നിരപരാധികളായ പല കുടുംബങ്ങൾക്കും അന്യായമായി ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാൻ കാരണമായതായുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. വടക്കൻ അയർലൻഡിൽ മാത്രം കണ്ടെത്തിയ 78% കേസുകളും തെറ്റായിരുന്നു. ചിലർ യാത്ര റദ്ദാക്കിയതോ രോഗം മൂലം യാത്ര ചെയ്യാതിരുന്നതോ ആയിട്ടും യാത്രാരേഖകൾ അടിസ്ഥാനമാക്കി അവരുടെ ബെനിഫിറ്റ് നിർത്തലാക്കിയായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പൊതുവിമർശനത്തെ തുടർന്ന് HMRC ക്ഷമ ചോദിക്കുകയും നടപടികൾ തിരുത്തണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി മുതൽ ബെനിഫിറ്റ് നിർത്തുന്നതിന് മുമ്പ് വ്യക്തികൾക്ക് 1 മാസം മറുപടി നൽകാനുള്ള സമയം അനുവദിക്കണമെന്നും വ്യക്തമായ രേഖകൾ പരിശോധിച്ച് മാത്രമേ നടപടി സ്വീകരിക്കാവൂ എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രിട്ടനിലുടനീളം പള്ളികളിൽ നടക്കുന്ന ആക്രമണങ്ങൾ വർധനയുണ്ടായതായി സർക്കാർ നിയമിച്ച ഇസ്ലാമോഫോബിയ നിരീക്ഷണ ഏജൻസിയായ ബ്രിട്ടീഷ് മുസ്ലിം ട്രസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ജൂലൈ മുതൽ ഒക്ടോബർ വരെ രാജ്യത്താകെ 25 പള്ളികളിൽ 27 ആക്രമണങ്ങളാണ് നടന്നത്. ഇതിൽ പകുതിയോളം കടുത്ത നാശനഷ്ടം വരുത്തിയതായിരുന്നു. ഈസ്റ്റ് സക്സസിലെ ഒരു പള്ളി തീ കൊളുത്തിയതും മെക്സിക്കോയിലെ കുട്ടികൾ ഉള്ളപ്പോൾ പള്ളികൾ എയർഗൺ ഉപയോഗിച്ച് വെടിയുതിർത്തതും ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ ഗ്ലാസ്ഗോയിൽ പള്ളികളിലെ ജനൽ തകർക്കലും ഈ അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെടുന്നു. ആക്രമണങ്ങളുടെ 40%-ലും ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പതാകകളും ക്രൈസ്റ്റ് ഈസ് കിങ്, ജീസസ് ഈസ് കിങ് എന്നീ ക്രിസ്ത്യൻ നാഷണലിസ്റ്റ് മുദ്രാവാക്യങ്ങളും ഉപയോഗിച്ചിരുന്നതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഓഗസ്റ്റ് മുതൽ സംഭവങ്ങൾ ഏകോപിതമായ രീതിയിലേക്കാണ് മാറിയതെന്നും പതാകയെ തന്നെ ഭീഷണിയുടെ ചിഹ്നമായി ഉപയോഗിച്ചതായും BMTയുടെ എ സമ്മർ ഓഫ് ഡിവിഷൻ എന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്ത് ഉയർന്നു വരുന്ന ഈ തരത്തിലുള്ള വിദ്വേഷപരമായ പ്രചരണങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ആശങ്ക പരത്തിയിരിക്കുകയാണ്. നീണ്ട 40 ദിവസങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ ഷട്ട് ഡൗൺ അവസാനിക്കുന്നു. ഹ്രസ്വകാലത്തേക്ക്, അതായത് 2026 ജനുവരി വരെ സർക്കാരിന് ധനസഹായം നൽകാനുള്ള ഫണ്ടിംഗ് നടപടിയും 3 മുഴുവൻ വർഷത്തെ വിനിയോഗ ബില്ലുകളും സംയോജിപ്പിച്ചുകൊണ്ട് ഭേദഗതി വരുത്തിയ ഒരു ബില്ലിന്മേലാണ് സെനറ്റർമാർ വോട്ട് ചെയ്തത്. ഒടുവിൽ അമേരിക്കയിൽ ഷട്ട് ഡൗൺ അവസാനിക്കുന്നു. അമേരിക്കയിലെ ഈ കടുത്ത പ്രതിസന്ധിക്ക് വിരാമമിടുന്നത് നീണ്ട 40 ദിവസങ്ങൾക്ക് ശേഷമാണ്. ലക്ഷക്കണക്കിന് പൗരന്മാരുടെ ഉപജീവന മാർഗത്തെ, ആരോഗ്യ പരിരക്ഷയും പ്രതിദിനം യാത്രകളെയും പ്രതികൂലമായി ബാധിക്കുന്ന ഈ തർക്കം കേവലം ബഡ്ജറ്റ് പോരാട്ടത്തിനപ്പുറം രാജ്യത്തിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഷട്ട്ഡൌണിന്റെ ഭാഗമായി അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചിരുന്നു. ഇതോടെ അമേരിക്കയിൽ 5000-ലധികം വിമാനങ്ങൾ വൈകുകയോ റദ്ദാക്കപ്പെടുകയോ ചെയ്തതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എയർ ട്രാഫിക് കൺട്രോളർമാരുടെ കൂട്ട അവധിയാണ് വിമാന സർവീസുകൾ കുറയ്ക്കാൻ ഇടയാക്കിയത്. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനങ്ങളെ നിശ്ചലമാക്കുകയും ലക്ഷക്കണക്കിന് ഫെഡറൽ ജീവനക്കാരെ ശമ്പളമില്ലാതെ വീട്ടിലിരുത്തുകയും ഭക്ഷ്യസഹായ വിതരണത്തെ താറുമാറാക്കുകയും വിമാനയാത്രകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത അടച്ചുപൂട്ടൽ പ്രതിസന്ധിക്ക് അറുതി വരുത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു നിർണായക നീക്കത്തിനായാണ് അമേരിക്കൻ സെനറ്റ് രംഗത്തിറങ്ങുന്നത്. പ്രതിസന്ധി അവസാനിപ്പിക്കുന്നതിനായി ഫെഡറൽ ഗവൺമെന്റ് വീണ്ടും തുറക്കുന്നതിനും ഫെഡറൽ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിനും ഭക്ഷ്യസഹായം വൈകുന്നത് ഒഴിവാക്കുന്നതിനും വിമാനയാത്രയിലെ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു നടപടിയുമായാണ് സെനറ്റ് മുന്നോട്ട് പോകുന്നത്. ഹ്രസ്വകാലത്തേക്ക്, അതായത് 2026 ജനുവരി വരെ സർക്കാരിന് ധനസഹായം നൽകാനുള്ള ഫണ്ടിംഗ് നടപടിയും 3 മുഴുവൻ വർഷത്തെ വിനിയോഗ ബില്ലുകളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഭേദഗതി വരുത്തിയ ഒരു ബില്ലിന്മേലാണ് സെനറ്റുമാർ വോട്ട് ചെയ്തത്. റിപ്പബ്ലിക് നിയന്ത്രണങ്ങളുള്ള സെനറ്റിൽ ബിൽ പാസ്സാക്കാൻ കുറഞ്ഞത് 8 ഡെമോക്രാറ്റുകളുടെ പിന്തുണ ആവശ്യമാണ്. ബില്ലിനെ കുറിച്ചുള്ള ചർച്ചകളിൽ പങ്കെടുക്കാത്ത വൃത്തങ്ങളെ സൂചിപ്പിച്ചത് ഈ നീക്കത്തെ ഡെമോക്രാറ്റുകൾ പിന്തുണച്ചേക്കാം എന്നാണ്. എന്നാൽ ബിൽ നിയമമാകുന്നതിനുള്ള പാത സങ്കീർണമാണ്. ഭേദഗതി വരുത്തിയ പാക്കേജ് ആദ്യം പ്രതിനിധി സഭ പാസ്സാക്കണം. തുടർന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒപ്പിനായി അയക്കണം. ഇതിന് ദിവസങ്ങൾ എടുത്തേക്കും. അടച്ചുപൂട്ടലിന്റെ കാതൽ താങ്ങാനാവുന്ന പരിചരണ നിയമം അഥവാ ഒബാമ കെയർ പ്രകാരമുള്ള ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡികളുമായി ബന്ധപ്പെട്ട തർക്കമാണ്. അടച്ചുപൂട്ടൽ സമയത്ത് ഫെഡറൽ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടികൾ ചിലതെങ്കിലും റദ്ദാക്കുവാനും
ഒരു വർഷത്തേക്ക് സപ്ലിമെന്ററി ന്യൂട്രീഷൻ അസിസ്റ്റന്റ് പ്രോഗ്രാം അനുകൂലികൾക്ക് ധനസഹായം നൽകുവാനും പുതിയ പ്രമേയം സഹായിക്കും. ഈ സബ്സിഡികൾ ഒരു ഡെമോക്രാറ്റിക് മുൻഗണനയായിരുന്നു. ഒരു കൂട്ടം ഡെമോക്രാറ്റുകൾക്കായി ഉണ്ടാക്കിയ കരാർ പ്രകാരം സബ്സിഡികൾ നീട്ടുന്നത് സംബന്ധിച്ച് ഡിസംബറിൽ ഒരു വോട്ടെടുപ്പിന് റിപ്പബ്ലിക്കന്മാർ സമ്മതിക്കുമെന്നും വൃത്തങ്ങൾ പറയുന്നു. ഉക്രൈനിലെ യുദ്ധത്തെക്കുറിച്ചും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചും ചർച്ച ചെയ്യാൻ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയെ കാണാൻ തയ്യാറാണെന്ന് റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞു. ഹംഗറിയിലെ പുടിൻ ട്രംപ് ഉച്ചകോടി നടത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ആഴ്ചകളോളം പൊതുരംഗത്ത് നിന്നും മാറി നിൽക്കുകയായിരുന്നു ലാവ്റോവ്. റഷ്യയുടെ റിയൽ എസ്റ്റേറ്റ് വാർത്താ എമിറേറ്റ് പാശ്ചാത്യ നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായി ഡൊണാൾഡ് ട്രംപിൽ താൻ ഭയപ്പെടുന്നില്ല എന്ന് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. വാഷിംഗ്ടണിൽ അവരുടെ അവസാന കൂടിക്കാഴ്ച അസ്ഥിരമായിരുന്നു എന്ന റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് US പ്രസിഡന്റുമായി തനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബ്രിട്ടീഷ് രാജാവ് ഉക്രൈനെ വളരെ പിന്തുണയ്ക്കുന്ന ആളാണെന്നും ട്രംപുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ചാൾസ് രാജാവ് സഹായിച്ചിട്ടുണ്ട് എന്നും ഗാർഡിയന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വിശേഷിപ്പിച്ചു. റഷ്യൻ ഡ്രോൺ ആക്രമണങ്ങൾ കാരണം രാജ്യത്തിന്റെ ഊർജ ഗ്രിഡിൽ നാശമുണ്ടായ ശേഷം സംസാരിക്കുകയായിരുന്നു സെലൻസ്കി. 2026 ഹജ്ജ് ഉഭയകക്ഷി കരാറിൽ സൗദി അറേബ്യയും ഇന്ത്യയും ഒപ്പുവെച്ചു. സൗദി ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ തൗഫീഖ് ബിൻ ഫൗസാൻ അൽ റബീബ് ഇന്ത്യൻ പാർലമെന്ററി കാര്യ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി കിരൺ റിജിജുവുമാണ് ഞായറാഴ്ച ജിദ്ദയിൽ നടന്ന ചടങ്ങിൽ സമ്മതിച്ചത്. കഴിഞ്ഞ വർഷത്തെ അതേ കോട്ടയായ 1,75,025 തീർത്ഥാടകർ തന്നെയാണ് ഇത്തവണയും ഇന്ത്യയിൽ നിന്നെത്തുക. ഇന്ത്യൻ തീർത്ഥാടകർക്കായുള്ള സൗകര്യങ്ങൾ, ഗതാഗതം, താമസം, ആരോഗ്യ സേവനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളും ഇരു മന്ത്രിമാരും ചർച്ച ചെയ്തു. തീർത്ഥാടനം സുഗമവും സുഖകരമാക്കുവാൻ ആവശ്യമായ ഏകോപനവും ലോജിസ്റ്റിക് പിന്തുണയും ശക്തിപ്പെടുത്തും. ഒരുക്കങ്ങൾ വിലയിരുത്താൻ കിരൺ റിജിജു റിയാദിലെ ഇന്ത്യൻ എംബസിയിലെയും ജിദ്ദ കോൺസുലേറ്റിലെയും ഉദ്യോഗസ്ഥരുമായി പ്രത്യേക അവലോകന യോഗം നടത്തി. ഇന്ത്യൻ തീർത്ഥാടകരുടെ ക്ഷേമവും സൗകര്യവും ഉറപ്പാക്കാൻ സൗദി അധികൃതരുമായി ചേർന്ന് നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളായ ജിദ്ദ വിമാനത്താവളത്തിലെ ടെർമിനൽ 1, ഹമറൈൻ റെയിൽവേ സ്റ്റേഷൻ, തോഫിലെ വിവിധ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷം മന്ത്രി തീർത്ഥാടകർക്കായി ഒരുക്കിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കി. ഇന്ത്യൻ സർക്കാരിന്റെ ലൈൻ ഓഫ് ക്രെഡിറ്റ് സഹായത്തോടെ നിർമ്മിച്ച ഹമിൻ മധു അന്താരാഷ്ട്ര വിമാനത്താവളം മാലി പ്രസിഡന്റ് മുഹമ്മദ് മുയൂസ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ വടക്കൻ പ്രദേശങ്ങൾക്ക് ഇത് സമൃദ്ധിക്കുള്ള കവാടമാണ് എന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. വടക്കൻ മാലി ദ്വീപിന്റെ സാധ്യതകൾ തുറക്കാനും ആഗോള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഉത്തേജകമാണ് ഈ പദ്ധതിയെന്നും പ്രസിഡന്റ് ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇത് വെറും ഒരു വിമാനത്താവളമല്ല, സാമ്പത്തിക പരിവർത്തനത്തിന്റെ പ്രതീകമാണെന്നും മുയിസ് കൂട്ടിച്ചേർത്തു. പുതുതായി തുറന്ന വിമാനത്താവളം വടക്കൻ മേഖലയിലെ ടൂറിസം, കൃഷി, മത്സ്യബന്ധനം, സാമ്പത്തികം, സാമൂഹ്യ വികസനം എന്നിവയ്ക്ക് കൂടുതൽ മുന്നേറ്റം നൽകുമെന്നും പ്രതീക്ഷ. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 116.69 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.14 യൂറോ, ഒരു US ഡോളർ 88.69 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 102.44 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.32 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 63.08 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേള. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. വീണ്ടും വാർത്തകളിലേക്ക്. ബീഹാറിൽ നാളെ 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി RJD നേതാവ് തേജസ്വി യാദവ്. അമിത്ഷായുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായും തേജസ്വി യാദവ് ആരോപിച്ചു. അമിത്ഷാ ഉദ്യോഗസ്ഥരെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണെന്നും മഹാസഖ്യത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പ്രശ്നമുണ്ടാക്കാൻ അമിത്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നതായും തേജസ്വി ചൂണ്ടിക്കാട്ടി. എക്സിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു തേജസ്വിയുടെ ആരോപണം. RSS സംഘടനയായി രജിസ്റ്റർ ചെയ്യാത്തതിനെ ചോദ്യം ചെയ്യുന്ന കോൺഗ്രസിന് മറുപടിയുമായി സംഘടനാ മേധാവി മോഹൻ ഭഗവത്. RSSന് രജിസ്ട്രേഷന്റെ ആവശ്യമില്ലെന്നും ഇത് വ്യക്തികളുടെ സംഘമാണെന്നും ബംഗളൂരുവിൽ നടന്ന പരിപാടിയിൽ അദ്ദേഹം വ്യക്തമാക്കി. RSS ആരംഭിച്ചത് 1925-ലാണ്. അന്ന് ബ്രിട്ടീഷ് സർക്കാർ രജിസ്റ്റർ ചെയ്യേണ്ടിയിരുന്നുവോ എന്ന് ചോദിച്ച അദ്ദേഹം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടില്ല എന്നും വിശദീകരിച്ചു. RSS അംഗീകരിക്കപ്പെട്ട സംഘടനയാണ്.
3 തവണ സർക്കാർ RSSനെ നിരോധിച്ചിട്ടുണ്ട്. അംഗീകരിക്കപ്പെടാത്ത സംഘടനയായിരുന്നു എങ്കിൽ എങ്ങനെ നിരോധിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. വ്യക്തികളുടെ സംഘമെന്നാണ് കോടതികൾ RSSനെ വിശേഷിപ്പിക്കുന്നത്. ആദായ നികുതി വകുപ്പ് തങ്ങൾക്ക് നികുതി ഇളവ് നൽകിയിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. ഹിന്ദുധർമ്മവും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മധ്യപ്രദേശിലെ പച്മറിയിലെ DCC പ്രസിഡന്റുമാർക്കുള്ള പരിശീലന ക്യാമ്പിന് വൈകിയെത്തിയ രാഹുൽ ഗാന്ധിയെ ശിക്ഷിച്ച് ക്യാമ്പ് മേധാവി സച്ചിൻ റാവു. ക്യാമ്പിന് വൈകി വരുന്നവർ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് തന്റെ മുൻ നിർദ്ദേശം സച്ചിൻ റാവു ഓർമ്മിപ്പിക്കുകയും രാഹുൽ ഗാന്ധിയെ 10 തവണ പുഷപ്പ് എടുക്കാൻ ശിക്ഷിക്കുകയായിരുന്നു. പരിശീലന ക്യാമ്പിൽ സമയനിഷ്ഠ പാലിച്ചില്ല. പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ശിക്ഷ നടപ്പാക്കിയത്. ഞായറാഴ്ച വൈകിട്ട് പരിശീലന ക്യാമ്പിലെ സെഷനിൽ പങ്കെടുക്കാൻ നിശ്ചയിച്ച സമയത്തു നിന്നും ഏകദേശം 20 മിനിറ്റ് വൈകിയാണ് രാഹുൽ ഗാന്ധി എത്തിയത്. രാഹുൽ ഗാന്ധി ശിക്ഷയെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിയമപ്രകാരം 10 പുഷപ്പുകൾ എടുക്കണമെന്നും സച്ചിൻ റാവു ആവശ്യപ്പെട്ടു. വേദിയിൽ തന്റെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയും മുമ്പ് ക്യാമ്പ് മേധാവിയുടെ നിർദ്ദേശം പാലിച്ച് രാഹുൽ ഗാന്ധി ക്യാമ്പിലെത്തിയ പ്രതിനിധികൾക്ക് മുമ്പിൽ പുഷപ്പ് എടുത്തു. പ്രതിനിധികൾ നിറഞ്ഞ കരഘോഷത്തോടെയാണ് ഇതിനെ പ്രതികരിച്ചത്. വിവാദ വ്യവസായി മെഹുൽ ചോംസ്കിയുടെ സ്വത്തുക്കൾ ലേലം ചെയ്യാൻ മുംബൈയിലെ പ്രത്യേക കോടതി അനുമതി നൽകി. മെഹുൽ ചോംസ്കിയുടെ ഗീതാഞ്ജലി ജെംസ് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള 46 കോടി രൂപ വില വരുന്ന വസ്തുവകകൾ ലേലം ചെയ്യാനാണ് കോടതി അനുമതി നൽകിയിരിക്കുന്നത്. ലേലത്തിൽ നിന്നും കിട്ടുന്ന തുക കോടതിയുടെ പേരിൽ സ്ഥിര നിക്ഷേപമായി സൂക്ഷിക്കണമെന്നും കോടതി വ്യക്തമാക്കി. ഫ്ളാറ്റുകൾ, രത്നങ്ങൾ ഉൾപ്പെടെ 13 വസ്തുവകകളാണ് ലേലത്തിനുള്ളത്. ബോറിവാലയിലെ ഏകദേശം 2.6 കോടി രൂപ വിലമതിക്കുന്ന 4 ഫ്ളാറ്റുകൾ, ബാന്ദ്ര കുർള കോംപ്ലക്സിൽ ഏകദേശം 19.7 കോടി രൂപ വിലമതിക്കുന്ന 14 കാറുകൾ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള വാണിജ്യ കേന്ദ്രം, ഖോരേഗാവിലെ 6 വ്യവസായ യൂണിറ്റുകൾ എന്നിവയാണ് ലേലത്തിൽ ഉൾപ്പെടുന്നത്. ഇതുകൂടാതെ വെള്ളി, വിലയേറിയ രത്നക്കല്ലുകൾ, ജയ്പൂരിലെ കമ്പനിയുടെ യന്ത്രങ്ങൾ എന്നിവയും ലേലത്തിന് വെക്കും. വജ്ര വ്യാപാരിയും ഗീതാഞ്ജലി ജെയിംസിന്റെ സ്ഥാപകനുമായ മെഹുൽ ചോംസ്കിയും അദ്ദേഹത്തിന്റെ അനന്തരവൻ വിവാദ വ്യവസായമായ നീരവ് മോദിയും ചേർന്ന് പഞ്ചാബ് നാഷണൽ ബാങ്കിനെ വഞ്ചിച്ച് വായ്പാ തട്ടിപ്പ് നടത്തിയെന്ന ഇന്ത്യയുടെ ആരോപണം. 13,500 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബർ 9, 11 തീയതികളിൽ നടക്കും. വോട്ടെണ്ണൽ 13-ന് നടക്കും. തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി സംസ്ഥാനത്ത് ഭരണ തുടർച്ച ഉണ്ടാക്കുക എന്നതാണ് LDF ലക്ഷ്യമിടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള മുന്നൊരുക്കമാണ് UDF നടത്തുന്നത്. ശക്തമായ സ്ഥാനാർത്ഥി പട്ടികയുമായി BJPയും മത്സര രംഗത്തുണ്ട്. സംസ്ഥാനത്ത് നിലവിൽ ആകെയുള്ള 6 കോർപ്പറേഷനുകൾ 5ഇടത്തും ഇടതുമുന്നണിക്കാണ് മേധാവിത്വം. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, തൃശൂർ, കൊല്ലം കോർപ്പറേഷനുകൾ ഭരിക്കുന്നത് LDF ആണ്. കണ്ണൂരിൽ മാത്രമാണ് UDF ഭരണമുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ BJP സ്ഥാനാർത്ഥി R ശ്രീലേഖയ്ക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ്. KPCC ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷും സന്ദീപ് വാര്യരുമാണ് ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വത്തിന് എതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. കാവ്യ വിശ്വാസികൾക്ക് പറ്റിയ കപട വിശ്വാസിയാണ് ശ്രീലേഖ എന്നായിരുന്നു മണക്കാട് സുരേഷ് പറഞ്ഞത്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ കുത്തിയോട്ടത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുപ്പിച്ചത് ശ്രീലേഖ ഇടപെട്ടായിരുന്നു എന്നായിരുന്നു സന്ദീപ് വാര്യരുടെ ആരോപണം. ഫേസ്ബുക്കിലൂടെയായിരുന്നു ഇരുവരുടെയും പ്രതികരണം. പഴയ ചില തെറ്റുകൾ തിരുത്തി കോൺഗ്രസ് ശക്തമായി തിരിച്ചു വരികയാണെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി KS ശബരിനാഥൻ. അതിന്റെ മാറ്റങ്ങൾ ജനങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇടതുപക്ഷം ഭരിക്കുന്ന കോർപ്പറേഷനുകൾ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, വികസനമില്ല, ഒരു വിഷനില്ലാത്ത രീതിയിലുള്ള ഭരണമാണ് ഇവിടങ്ങൾ നടക്കുന്നതെന്നും ശബരിനാഥൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോടായിരുന്നു ശബരിനാഥന്റെ പ്രതികരണം. കേരളത്തിൽ BJPക്ക് 2 മുനിസിപ്പാലിറ്റികളിലാണ് ഭരണമുള്ളത്. പാലക്കാട് മുനിസിപ്പാലിറ്റി, പന്തളം മുനിസിപ്പാലിറ്റി എന്നിവയാണ് അത്. കേരളത്തിലെ ഏറ്റവും മോശം മുനിസിപ്പാലിറ്റികൾ 2 ഇവ. പന്തളത്ത് മുനിസിപ്പാലിറ്റിയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ പുകയുകയാണ്. പാലക്കാട് പ്രധാന നഗരങ്ങളിൽ പോലും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത അവസ്ഥ. ത്രിതല തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് നൽകി ജയിപ്പിച്ച BJPയുടെ 2 നഗരസഭകളിലും ഭരണം പരാജയമാണെന്നും ശബരിനാഥൻ ആരോപിച്ചു. തൃശൂർ കോർപ്പറേഷനിലടക്കം BJPയുടെ പ്രതീക്ഷ ഉയർന്നിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. BJPയിൽ ക്രമാതീതമായി പ്രതീക്ഷ വർദ്ധിച്ചുവെന്നും ജനങ്ങൾ പറയുന്നതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസമെന്ന് പോകുന്നയിടങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന സൂചനകൾ അതാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. തൃശൂരിൽ കുറച്ച് പ്രാധാന്യം കൂടുതലാണ്. 2024 ജൂൺ 4 ശേഷം കേരളത്തിന്റെ പൾസ് അറിയണമെങ്കിൽ തൃശൂരിൽ അന്വേഷിക്കണം. സത്യസന്ധമായ പൾസ് തൃശൂരിൽ നിന്ന് അനുഭവപ്പെടുന്നുണ്ട്. വികസിത് ഭാരത് 2047 എന്ന മുദ്രാവാക്യത്തിലൂന്നിയാണ് ഞങ്ങളുടെ പ്രവർത്തനം. കേരളം അതിൽ അനിവാര്യതയാണ്. ആ പരിഗണന കിട്ടണമെങ്കിൽ പ്രചരിപ്പിക്കേണ്ട ഭാരം കുറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണത്തിലല്ല കാര്യം. ജനങ്ങൾ വഞ്ചിക്കപ്പെടാത്ത ഒരു ഭരണ നിർവഹണത്തിന് BJPയുടെ സാന്നിധ്യം ഉണ്ടാകും.
തൃശൂർ നഗരസഭയിൽ ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഡിവിഷനുകൾ വലിയ മുന്നേറ്റമുണ്ടാകും. കൃത്യമായി സ്ഥാനാർത്ഥികളെ കൊടുത്താൽ കോർപ്പറേഷൻ BJP ഭരിക്കുന്നത് കാണാം. ജനങ്ങൾ BJPയുടെ പ്രചാരണം ആവാഹിച്ചു കഴിഞ്ഞു എന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. കണ്ണൂർ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പ്രതിയെ DYFI മേഖലാ സെക്രട്ടറിയാക്കി. K. ഷിജിനെയാണ് കണ്ണപുരം ഈസ്റ്റ് മേഖലാ സെക്രട്ടറിയായി കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുത്തത്. MSF പ്രവർത്തകർ അരിയിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയ കേസിലെ 15ാം പ്രതിയാണ് ഷിജിൻ. 2012 ഷുക്കൂറിനെ വധിക്കുമ്പോൾ മാടായി കോളേജിലെ SFI യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു ഷിജിൻ. പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷെറിനെ കഴിഞ്ഞ ദിവസം മേഖലാ സമ്മേളനത്തിൽ രക്തസാക്ഷിയായ DYFI അനുശോചന പ്രമേയം വായിച്ചിരുന്നു. ഈ കേസിലെ മറ്റൊരു പ്രതിയെ CPM ബ്രാഞ്ച് സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. ഇനി സ്പോർട്സ്. അടുത്ത വർഷം ആദ്യം നടക്കാൻ ICC T20 ലോകകപ്പിന്റെ 2ാം സെമി ഫൈനലുകൾ 1-ന് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയം ആതിഥ്യം വഹിക്കും. ടൂർണമെന്റ് ഉദ്ഘാടന മത്സരവും ഫൈനൽ മത്സരവും അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് നടക്കുക. 20 ടീമുകൾ പങ്കെടുക്കുന്ന ഈ ടൂർണമെന്റ് ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെയാണ് നടക്കുക. 2023 ഏകദിന ലോകകപ്പിന് സമാനമായാണ് T20 ലോകകപ്പിലും ഉദ്ഘാടന മത്സരവും ഫൈനലും അഹമ്മദാബാദ് തന്നെയായിരിക്കും. ടൂർണമെന്റ് ഉദ്ഘാടന മത്സരത്തിനും കിരീട പോരാട്ടത്തിനും വേദിയാവുക. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സെമി ഫൈനൽ മത്സരം ഉണ്ടാവുകയാണെങ്കിൽ അത് കൊളംബോയിൽ വെച്ച് നടക്കും. 2016 T20 ലോകകപ്പിലും 2023 ഏകദിന ലോകകപ്പിലും ഇന്ത്യയുടെ സെമി ഫൈനൽ മത്സരത്തിന് വാങ്കഡെ സ്റ്റേഡിയം ആതിഥ്യം വഹിച്ചിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK ഗ്രാജുവേറ്റ് വിസയിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് സ്റ്റേ ബാക്ക് കാലാവധി ജനുവരി മുതൽ 18 മാസമായി ചുരുക്കും. 2027 ജനുവരി 1-ന് ശേഷമുള്ള ബിരുദധാരികൾക്ക് സ്റ്റേ ബാക്ക് ഇനി 18 മാസമായിരിക്കും എന്ന് സ്ഥിരീകരിച്ച് ബ്രിട്ടീഷ് സർക്കാർ. ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട എല്ലാ കുടുംബ കോടതി കേസുകളും നിയമസഹായത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുമെന്ന് UK ബാർ കൗൺസിൽ. UK HMRC നടത്തിയ കുട്ടികളുടെ ബെനിഫിറ്റ് തട്ടിപ്പ് നിയന്ത്രണ പദ്ധതിയിൽ ഗുരുതരമായ പിഴവുകൾ ഉള്ളതായി റിപ്പോർട്ട്. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് തെറ്റായ ആനുകൂല്യങ്ങൾ നിർത്തലാക്കി. ബ്രിട്ടനിലുടനീളം പള്ളികളിൽ നടക്കുന്ന ആക്രമണങ്ങൾ വർധനവുണ്ടായതായി സർക്കാർ നിയമിച്ച ഇസ്ലാമോഫോബിയ നിരീക്ഷണ ഏജൻസിയായ ബ്രിട്ടീഷ് മുസ്ലിം ട്രസ്റ്റ്. സെനറ്റർമാർ ഫണ്ടിങ്ങിന് അനുകൂലമായി വോട്ട് ചെയ്തു. നീണ്ട 40 ദിവസങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ ഷട്ട്ഡൌൺ അവസാനിക്കുന്നു. 2026 ഹജ്ജ് ഉഭയകക്ഷി കരാറിൽ സൗദി അറേബ്യയും ഇന്ത്യയും ഒപ്പുവെച്ചു. കഴിഞ്ഞ വർഷത്തെ അതേ കോട്ടയായ 1,75,025 തീർത്ഥാടകർ ഇത്തവണയും ഇന്ത്യയിൽ നിന്നെത്തും. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഡിസംബർ 9, 11 തീയതികളിൽ നടക്കും. വോട്ടെണ്ണൽ 13-ന് നടക്കും. തിരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വന്നു. ഈ ബുള്ളറ്റിൻ കൂടി സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.